എഴുത്തിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ അത് സ്വീകരിക്കുന്നതല്ല. പൊതുവേ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ചില കഥാപാത്രങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണെന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ ഒരു വയലൻസിൻ്റെ അംശം കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്വതവേയുള്ള ഒരു കുറ്റാന്വേഷണ നോവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വയലൻസിൻ്റെ അംശം കുറവാണ്. പിന്നെ അതുപോലെ തോരൂദത്തിൻ്റെ കവിതകൾ, ഇപ്പോൾ തോരൂദത്തിൻ്റെ ഒരു കവിത നമുക്ക് ഓർമ്മിക്കുന്നത് ഒരു വരി ഉണ്ടായിരുന്നു, നോട്ട് ഡൈഡ്, ഓ നോ ഷീ കനോട്ട് ഡൈഡ്, ഷീ നോട്ട് ഡൈഡ്, ഓൺലി എ സോൺ, ഓൺലി സോൺ ഫ്രം ലോസ് ഫ്രം ബ്ലഡ്. അതായത് നമ്മൾ ബ്ലഡ് നഷ്ടപ്പെട്ട ഒരു മയക്കത്തിലാണ് കുറേ ആൾക്കാർ, കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ. അതേപോലെ പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ശക്തമല്ലാത്തത് കൊണ്ട് തന്നെയാണിത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ വേറെ രാജ്യത്ത്, ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം ശക്തമല്ല. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള രചനകളിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ തന്നെ ഒരു ഭരണസംഘത്തിലൊരു പ്രതിഷേധമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ അവളെ എന്താ പറയുക പീഡിപ്പിക്കാനുള്ള ഒരു വസ്തുവായിട്ടൊരു പുരുഷൻ കാണുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. കാരണം ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയോളം, ഒരു പ്രസവ നോവിൻ്റെ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയോളം ഒരാൾ ലോകത്തിലെ വേദന അനുഭവിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ അനുഭവിച്ച വേദനയോളം വേറൊരു സ്ത്രീ വേദന അനുഭവിച്ചിട്ടില്ല എന്നെ പ്രസവിക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് എല്ലാ സ്ത്രീകളും. അപ്പോൾ ആ ഒരു ജെൻഡർ ഇക്വാലിറ്റി, നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ പുരുഷന്മാരിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് നിങ്ങൾ എഴുത്തുകാരെന്ന നിലയിൽ ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ആ കൺസെപ്റ്റ് തന്നെ അങ്ങനെയാണ്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ എന്തും ചെയ്യാം. ഒരു ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാലും സ്ത്രീകൾക്ക് ചില ജോലികൾ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സ്ത്രീപക്ഷവാദിയൊന്നുമല്ല, പക്ഷെ ഞാൻ കാണുന്ന കാര്യം തുറന്നു പറയും. അങ്ങനെ ഒരു ശൈലിയാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്, ചില ജോലികളിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്നൊരു ജോലി ഒരു സ്ത്രീക്കും ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മളൊരു തുല്യത എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലൂടെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. പക്ഷെ പലരും അത് ചെയ്യാറില്ല. പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രസംഗങ്ങളിൽ നേതാക്കളൊക്കെ പലരും പറയും, പക്ഷേ എത്ര സ്ത്രീകൾക്ക് സീറ്റുകൾ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ തുച്ഛമാണ്. അത് നമ്മുടെ നിത്യസംഭവമാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് സ്ത്രീയും പുരുഷനും ഒരു വേർതിരിവല്ല, സ്ത്രീയും പുരുഷനും ഒരേപോലെ വരുന്നൊരു ലോകമാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിന് നമ്മുടെ ഒരു ഭരണകൂടത്തിന് ഭാഗത്തു വന്ന വീഴ്ചകളും അതിന് എന്തൊക്കെ പരിഹാരങ്ങളുമാണ് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിർദ്ദേശിക്കാൻ പറ്റുന്നതെന്നൊരു അറിയാൻ ആഗ്രഹമുണ്ട്.